നമസ്കാരം. പ്രധാന വാർത്തകൾ. മെയ് മാസത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷന്റെ 2 ഗഡു ലഭിക്കും. സംസ്ഥാനത്ത് അടുത്ത മാസം ഗുണഭോക്താക്കൾക്ക് സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ 2 ഗഡു ലഭിക്കും. മെയ് മാസത്തെ പെൻഷനൊപ്പം സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ 1 ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാൻ നിർദ്ദേശിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ഇതിനായി 1800 കോടി രൂപയോളം വേണ്ടിവരും. ഓരോ ഉപഭോക്താവിനും 3200 രൂപ വീതം ലഭിക്കും. സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞെരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ 1 ഗഡു കൂടി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചത്. 5 ഗഡുക്കളാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കയ്യേറ്റം ഒഴിപ്പിച്ചു തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. രാവിലെ 6-ന് കിഴക്കേ നടപ്പുഴയിൽ നിന്നാണ് ഒഴിപ്പിക്കൽ തുടങ്ങിയത്. 4 നടകളിലെയും നടപ്പുഴകളിൽ ദേവസ്വം സ്ഥലത്തേക്ക് തള്ളി നിൽക്കുന്നവയെല്ലാം നീക്കം ചെയ്യും. ഭക്തർക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവട സാധനങ്ങൾ നിരത്തിയിരിക്കുന്നുവെന്ന ഗുരുവായൂർ സ്വദേശി മുരളീധരന്റെ പരാതിയിലാണ് ഇവ നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവേ പൂർത്തിയാക്കിയാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത്. കയ്യേറ്റം നീക്കം ചെയ്യണമെന്ന് ദേവസ്വം വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യാപാരികൾ പൊളിച്ചു നീക്കാത്തവ ദേവസ്വം നീക്കം ചെയ്ത് ലേലം ചെയ്യും. ദേവസ്വത്തിനൊപ്പം നഗരസഭയും പോലീസും സഹകരിക്കണമെന്നും ഹൈക്കോടതി വിശദമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിലെ ആരോഗ്യ വിഭാഗം, റവന്യൂ, സെക്യൂരിറ്റി തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത്. ബന്ധുവീട്ടിൽ കളിക്കുന്നതിനിടെ അപകടം. കിണറിൽ വീണ് 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം വെള്ളറടയിൽ 3 വയസ്സുകാരി കിണറ്റിൽ വീണ് മരിച്ചു. വെള്ളറട സ്വദേശി ചന്ദ്രമോഹനൻ, ആതിര എന്നീ ദമ്പതികളുടെ മകൾ നക്ഷത്രയാണ് മരിച്ചത്. ബന്ധുവീട്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് അപകടം. ഫയർഫോഴ്സ് എത്തി കുട്ടിയെ പുറത്തെടുക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. 52-കാരിയായ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊന്ന കേസ്. 28-കാരൻ ഭർത്താവ് കുറ്റക്കാരൻ. തിരുവനന്തപുരം കുന്നത്തുകാൽ തേസ്യാപുരത്ത് ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് പ്രതിയായ ഭർത്താവ് കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി എ.എം. ബഷീർ വിധിച്ചത്. നെയ്യാറ്റിൻകര അതിയന്നൂർ അരുൺ നിവാസിൽ അരുൺ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. കുന്നത്തുകാലിൽ പുത്തൻവീട്ടിൽ ശാഖാകുമാരിയെയാണ് ഭർത്താവ് സ്വത്തിനു വേണ്ടി ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഡിസംബർ മാസം 26-ന് പുലർച്ചെ 1:30-നായിരുന്നു അതിക്രൂര കൊലപാതകം പ്രതി നടത്തിയത്. പുലർച്ചെ 1:30-യോടെ ശാഖയുടെ ശരീരത്തിൽ ബലം പ്രയോഗിച്ച് ഇലക്ട്രിക് വയറിലൂടെ വലതു കൈത്തണ്ടയിലും മൂക്കിലും കറണ്ട് കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ക്രിസ്മസ് രാത്രിയിൽ ബന്ധുക്കൾ മടങ്ങിയ ശേഷം അരുൺ ഭാര്യയെ കൊല്ലാൻ മുൻകൂട്ടി പദ്ധതിയിട്ടിരുന്നെന്ന് പോലീസ് കണ്ടെത്തി. കോട്ടയം, പാലക്കാട്, കൊല്ലം കളക്ടറേറ്റുകളിൽ ബോംബ് ഭീഷണി. പരിശോധന. കളക്ടർമാരുടെ മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. ജീവനക്കാരെ ഒഴിപ്പിച്ച ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തി. കൊല്ലത്ത് ഭീഷണി സന്ദേശം എത്തിയത് രാവിലെയാണ്. പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഭീഷണി വ്യാജമാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. കോട്ടയം കളക്ടറേറ്റിലും സമാനമായ നിലയിലാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. ജീവനക്കാരെ ഒഴിപ്പിച്ച് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. സന്ദേശം വ്യാജമാണെന്ന വിലയിരുത്തലിൽ പരിശോധന പൂർത്തിയാക്കി ജീവനക്കാരെ അകത്തു കയറാൻ അനുവദിച്ചു.